തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ചു. അതേക്കുറിച്ച് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കണമോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. BJP തിരുവനന്തപുരത്ത് ജയിച്ചതുകൊണ്ടോ കോർപ്പറേഷൻ ഭരണം പിടിച്ചതുകൊണ്ടോ അല്ല തിരുവനന്തപുരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരുന്നത്. BJPയുടെ വിജയത്തിലേക്ക് നയിച്ച ഒരു വഴിയുണ്ട്. അതിൻ്റെ പിറകിലെ ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ നടത്തിയ വലിയ ഗൂഢാലോചനയുണ്ട്. ആരൊക്കെയാണ് ഈ മാസ്റ്റർ പ്ലാനിൽ പങ്കാളികൾ? ഒന്ന്, BJP നേതൃത്വം തന്നെയാണ്. രണ്ടാമത്, കോൺഗ്രസിലെ നേതാക്കളാണ്, ഏതാനും നേതാക്കളാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് ശശി തരൂരാണ്, രണ്ടാം സ്ഥാനത്ത് കെ മുരളീധരനാണ്, മൂന്നാം സ്ഥാനത്ത് ശബരിനാഥാണ്. ശബരിനാഥ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ജി കാർത്തികേയന്റെ മകനാണ്. അരുവിക്കര MLA ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണയാണ് പരാജയപ്പെട്ടത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അദ്ദേഹത്തിന് നൽകേണ്ടി വരും. അതല്ലെങ്കിൽ അടുത്ത ലോക്സഭയാണോ കോൺഗ്രസ് മനസ്സിൽ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശബരിനാഥ് ലക്ഷ്യം വെക്കുന്നത്? ഈ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ശബരിനാഥിനെ പോലെയുള്ള ഒരു നേതാവ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നു. ഒരു വാർഡിൽ കോർപ്പറേഷനിൽ ഒരിക്കലും കോൺഗ്രസ് വരില്ല, അധികാരത്തിൽ വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ തിരുവനന്തപുരം നഗരത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഉറപ്പിച്ചു പറയാൻ കഴിയും. അത് തന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. പക്ഷേ അതിലൊരു വലിയ മാസ്റ്റർ പ്ലാനുണ്ട്, ഗൂഢാലോചനയുണ്ട്. ശബരിനാഥനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കണം. ശബരിനാഥൻ അറിയപ്പെടുന്ന ശശി തരൂരിൻ്റെ അനുയായിയാണ്. ശശി തരൂരിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. ശശി തരൂരിന് വേണ്ടി എപ്പോഴും രംഗത്തിറങ്ങുന്ന നേതാവ് കൂടിയാണ് ശബരിനാഥൻ. ആ ശബരിനാഥൻ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നു എന്നത് ചെറിയ കാര്യമല്ല. കെ മുരളീധരൻ എന്തിന് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി? അദ്ദേഹത്തിന് അടുത്ത തവണ വട്ടിയൂർക്കാവിൽ മത്സരിക്കണം, ജയിക്കണം. ഇതിൽ 3 കാര്യങ്ങളാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് നൽകുക, വട്ടിയൂർക്കാവ് കെ മുരളീധരൻ ജയിക്കുക, നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുക. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശബരിനാഥൻ മത്സരിക്കുക. ഇതാണോ അജണ്ട? ആണ് എന്നാണ് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർ, BJPയോട് അടുപ്പമുള്ളവരും കോൺഗ്രസിനോട് അടുപ്പമുള്ളവരും വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയത്. അതാണ് തിരുവനന്തപുരത്ത് നടന്നത്. എങ്ങനെ? BJP എത്ര സീറ്റിൽ ജയിക്കണം? 55 സീറ്റ്. അതാണ് BJPയുടെ ലക്ഷ്യം. അത് 60 വരെ പോയിരുന്നു. 55 ഉറപ്പിച്ചത്. കേവല ഭൂരിപക്ഷവും സ്വസ്ഥമായി ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷവും അതായിരുന്നു ലക്ഷ്യമിട്ടത്. അതിനുവേണ്ടി 55 സീറ്റുകൾ, വാർഡുകൾ BJP കണ്ടെത്തി. BJPക്ക് അല്പം അടിത്തറയുള്ള സീറ്റുകൾ കണ്ടെത്തി. അതിൽ BJP മത്സരിച്ചു. ആ സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ വോട്ട് മറിക്കണം BJPക്ക് അനുകൂലമായി. അതോടൊപ്പം കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുണ്ട്. 25-30 സീറ്റുകളിലാണ് അവർ കണക്ക് കൂട്ടിയത്. ആ 30 സീറ്റുകളിലേക്ക് BJPയുടെ വോട്ട് മറിക്കണം. ഇതായിരുന്നു പ്ലാൻ. അത് നടപ്പാക്കുകയും ചെയ്തു. പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അത് അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ. പൂർണ്ണമായും ഒരു അജണ്ട, മാസ്റ്റർ പ്ലാൻ, അതല്ലെങ്കിൽ ഗൂഢാലോചന എന്ന് തന്നെ പറയാം, നടപ്പാക്കാൻ കഴിയില്ല. അങ്ങനെയാണ് 50-ൽ 41 കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയത്. BJP ജയിച്ച 50 സീറ്റിൽ. അതുകൊണ്ട് തന്നെയാണ് 19 സീറ്റ് UDF ജയിച്ച 19 സീറ്റിൽ 10 സീറ്റിൽ BJP 3-ാം സ്ഥാനത്തേക്ക് പോയത്. ഇതിനെ മറികടന്നുകൊണ്ടാണ് LDF നിന്നത് എന്നോർക്കണം. അത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. ഈ ഫോർമുല നടപ്പാക്കുമ്പോൾ, അതിനുവേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി നടപ്പാക്കുമ്പോൾ അദൃശ്യനായി മാറി നിൽക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, അദാനി ഗ്രൂപ്പ് തന്നെയാണ്. അദാനി ഗ്രൂപ്പാണ് BJPക്കും കോൺഗ്രസിനും ആവശ്യമായ പണം എത്തിച്ചു നൽകിയത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അദാനിക്ക് കോർപ്പറേഷൻ BJP ഭരിക്കണം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രൊജക്റ്റുകൾ, കേരളത്തിലെ പ്രൊജക്റ്റുകൾ തിരുവനന്തപുരത്താണ്. ഒന്ന് വിമാനത്താവളം, മറ്റൊന്ന് വിഴിഞ്ഞം തുറമുഖം. അതുകൊണ്ട് തന്നെ അദാനിയുടെ പോക്ക് വരവ് എന്ന് വെച്ചാൽ അവരുടെ മൂലധനത്തിൻ്റെ പോക്ക് വരവ് സുഗമമാക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് BJP ഭരിക്കണം.
രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ ഇടനിലക്കാരനായി നിൽക്കുകയും വേണം. അതിനുവേണ്ടി അദാനി, രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, ശബരിനാഥ്, കെ മുരളീധരനും ഉൾപ്പെട്ട ഒരു വലിയ മാസ്റ്റർ പ്ലാൻ, അത് നടപ്പാക്കാൻ ഒരു ഗൂഢാലോചന, ഇതൊക്കെയാണ് തിരുവനന്തപുരത്ത് നടന്നത്. അത് വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയം. ഒരു കോർപ്പറേറ്റ് ഓപ്പറേഷൻ വിദഗ്ധമായി നടപ്പാക്കിയ ചാരിതാർത്ഥ്യത്തോടെ രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹത്തിൻ്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ കസേരയിൽ സുഗമമായിരിക്കാം. അതേസമയം തലസ്ഥാനത്തിന് പുറത്തേക്ക് നോക്കൂ, എല്ലാ സ്ഥലത്തും BJPക്ക് തിരിച്ചടിയാണ്. 1-2 സ്ഥലങ്ങളിൽ പ്രാദേശിക പ്രവർത്തകരുടെ ഇടപെടൽ മൂലം വിജയിച്ചു കയറിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ BJPയുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, BJPയുടെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. 17%-ലേക്കാണ് BJPയുടെ വോട്ട് കുറഞ്ഞത്. 20% വരെ എത്തിയതായിരുന്നു, അത് 27-ലേക്ക് എത്തിക്കേണ്ടതായിരുന്നു. വാർഡുകൾ 5000-ഓളം വാർഡുകൾ കയ്യിലുണ്ടായിരുന്നു BJPയുടെ, അത് 1900-ആയി കുറഞ്ഞു. എന്ന് വെച്ചാൽ കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും BJP പുറകോട്ട് പോയി. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കോർപ്പറേറ്റ് അജണ്ട, അവരുടെ ഓപ്പറേഷൻ നടപ്പാക്കുകയും ചെയ്തു, അതിലവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇത് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിന് ഇടയാക്കും. കാരണം കോർപ്പറേറ്റ് ഇടപെടൽ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുന്നു എന്നത് തന്നെയാണ്.